ലാൻഡഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പർച്ചേസിന് റിലേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെൻസ് ആണ്. അത് പക്ഷെ നമുക്ക് ഡയറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എക്സ്പെൻസ് ആയിട്ട് ബുക്ക് ചെയ്യാതെ ആ പർച്ചേസിന്റെ പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് തന്നെ അലോക്കേറ്റ് ചെയ്യണം. പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഇൻവെന്ററി അസറ്റിന്റെ വാല്യൂ കൂട്ടിയിട്ട് അതിന്റെ കോസ്റ്റിലേക്കാണ് ഫെച്ച് ആവുന്നത്. ഒരു ലാൻഡഡ് കോസ്റ്റിന്റെ ബില്ല് ബുക്ക് ചെയ്യാനായിട്ട് ബിൽസിൽ വരിക, ഇവിടെ നമ്മൾ ന്യൂ എന്നുള്ളത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കസ്റ്റംസിന്റെ ബില്ലല്ല. കസ്റ്റംസിന്റെ ബില്ല് നമ്മൾ ബിൽ ഓഫ് എൻട്രി ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു ഷിപ്പിംഗ് എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ലാൻഡഡ് കോസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വന്നിട്ട് നമ്മളൊരു വെൻഡറിനെ സെലക്ട് ചെയ്യണം. അതിനുശേഷം ബിൽ നമ്പർ എൻ്റർ ചെയ്യുന്നു. ദെൻ ബിൽ ഡേറ്റ് കൊടുക്കുന്നു. ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ ഐറ്റം ടേബിളിലല്ല നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ആഡ് ലാൻഡഡ് കോസ്റ്റ് എന്ന് കാണുന്നുണ്ടല്ലോ, ഇവിടെയാണ്. ഈ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് എന്നാണ് ഞാൻ അതിൻ്റെ നരേഷൻ കൊടുത്തത്. അതിനുശേഷം അതിൻ്റെ ഏത് ലെഡ്ജറിലേക്കാണോ ഈ എക്സ്പെൻസ് പോകേണ്ടത് ആ ലെഡ്ജർ സെലക്ട് ചെയ്യുന്നു. ദെൻ അതിൻ്റെ എമൗണ്ട് സെലക്ട് ചെയ്യുന്നു. എമൗണ്ട് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ടാക്സ് ഉണ്ടെങ്കിൽ അതിന് ടാക്സും കൂടെ വരുന്നുണ്ടാവും. നമ്മളിതിന് ശേഷം ഇത് സേവ് ചെയ്യുന്നു. ലാൻഡഡ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒറിജിനൽ പർച്ചേസ് ബില്ലിൽ വരിക. അതിനുശേഷം നമ്മളിവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അലോക്കേറ്റ് ലാൻഡഡ് കോസ്റ്റ് ഫ്രം എ ബിൽ എന്ന് കാണാനായിട്ട് പറ്റും. ഇവിടെ വെൻഡറിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വെൻഡറിന്റെ ബിൽ നമ്പർ കൊടുക്കുന്ന സമയത്ത് ആ എക്സ്പെൻസ് അക്കൗണ്ടും കൂടെ ചോദിക്കുന്നുണ്ട്. അതും കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ലാൻഡഡ് കോസ്റ്റിന്റെ എമൗണ്ട് ഇവിടെ വരുന്നുണ്ടാവും. ദെൻ അലോക്കേഷൻ മെത്തേഡ് 2 മെത്തേഡ് ഉണ്ട്, ക്വാണ്ടിറ്റിയും വാല്യൂ. ക്വാണ്ടിറ്റി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ക്വാണ്ടിറ്റിന്റെ ബേസിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എല്ലാ ഐറ്റത്തിലേക്കും അത് അലോക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക. അതുപോലെ നമുക്ക് ഓൾ ഐറ്റംസും കൊടുക്കാം. നമ്മൾ സെലക്ടഡ് ഐറ്റംസിലേക്ക് മാത്രമാണ് അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ ഓൾ ഐറ്റംസ് കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുന്ന സമയത്ത് ലാൻഡഡ് കോസ്റ്റിന്റെ ആ ഒരു വാല്യൂ ഒറിജിനൽ പർച്ചേസ് ബില്ലിലേക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് ആ ഒരു അതിന്റെ കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്.